إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ബഹുമാനമുള്ള സഹോദരങ്ങളെ സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാരെ നിയോഗിക്കുകയും മനുഷ്യർക്ക് സന്മാർഗത്തിന് ആവശ്യമായ കാര്യങ്ങൾ അവർ മുഖേന നമുക്ക് വിവരിച്ചു നൽകുകയും ചെയ്തു. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൻ നഹ്ലിൽ പറയുന്നത് പോലെ വഅൻസൽനാ ഇലൈക الذിക്ർ ലിതുബയ്യിന ലിന്നാസി മാ നുസ്സില ഇലൈഹിം വലഅല്ലഹും യതഫക്കറൂൻ. പ്രവാചകരെ സല്ലല്ലാഹു അലൈഹി വസല്ലം, താങ്കൾക്ക് നാം ഇതാ പരിശുദ്ധമായ ഖുർആൻ അവതരിപ്പിച്ചു നൽകിയിരിക്കുന്നു. എന്താണ് താങ്കളുടെ ഉത്തരവാദിത്വം? ലിതുബയ്യിന ലഹും, താങ്കൾ അവർക്ക് വിശദീകരിച്ച് നൽകണം. മാ നുസ്സില ഇലൈഹിം, അവർക്ക് അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്ന പരിശുദ്ധ ഖുർആനിന്റെ വിശദീകരണം അത് താങ്കളുടെ ഉത്തരവാദിത്തമാണ്. ലഅല്ലഹും യതഫക്കറൂൻ, അത് കേട്ട് ഈ ജനങ്ങൾക്ക് മാറ്റം വന്നേക്കാമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പറയുന്നു. അല്ലാഹു മറ്റൊരിടത്ത് സൂറത്തു ഇബ്രാഹിം 1-ാം വചനത്തിൽ അല്ലാഹു പറയുന്നു, അലിഫ് ലാം റാ കിതാബുൻ അൻസൽനാഹു ഇലൈക ലിതുഖ്രിജൻ നാസ മിനൽ-ളുലുമാതി ഇലൻ-നൂർ. അല്ലാഹു പറയുകയാണ്, ഈ പരിശുദ്ധ ഖുർആൻ ഇത് അല്ലാഹു അവതരിപ്പിച്ചതിന്റെ ലക്ഷ്യം എന്താണ്? ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും അതിലൂടെ അന്ധകാരത്തിൽ നിന്ന്, ശിർക്കിന്റെയും അനാചാരങ്ങളുടെയും അറകളിൽ നിന്ന് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ പ്രകാശത്തിലേക്ക് അവർക്ക് കടന്നു വരാൻ വേണ്ടിയാണ് ഈ ഗ്രന്ഥം അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചത് എന്ന് അല്ലാഹു പരിശുദ്ധ ഖുർആനിൽ പറയുന്നു. പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധ ഖുർആനിന്റെ വിശദീകരണം ഏകദേശം 23 വർഷക്കാലം അവിടുത്തെ ജീവിതത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുത്തു. എന്റെ സഹോദരങ്ങൾ ശ്രദ്ധിക്കണം, 23 വർഷത്തെ ജീവിതകാലം കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധമായ ഖുർആൻ മുസ്ലിം സമൂഹത്തിന് വിശദീകരിച്ചു നൽകി. അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് 1 വർഷം മുമ്പ് മക്കയിൽ ജനങ്ങളെ സംഗമിച്ച ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലെ അവിടെ കൂടിയിരുന്ന സഹാബികളോട് അവിടുന്ന് ചോദിക്കുകയാണ്. ദീർഘമായ ഖുതുബ നടത്തിയ ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറയുന്നു, വഅൻതും തുസ്അലൂന അന്നി, സഹാബികളെ, എന്റെ ശബ്ദം ശ്രവിക്കുന്നവരെ, നിങ്ങൾ എന്നെ കുറിച്ച് പരലോകത്ത് ചോദ്യം ചെയ്യപ്പെടും. ഞാൻ നിങ്ങളിലേക്ക് വന്നിരിക്കുന്ന ഉത്തരവാദിത്വം ഞാൻ പൂർത്തീകരിച്ചോ എന്ന കാര്യം എന്നോട് ചോദ്യം ചെയ്യപ്പെടും. ഫമാ അൻതും ഖായിലൂൻ, ഈ കഴിഞ്ഞ 23 വർഷക്കാലം ഞാൻ നിങ്ങളുടെ കൂടെ ജീവിച്ചിരുന്ന ഈ കാലഘട്ടത്തെ കുറിച്ച് നിങ്ങൾ ചോദിക്കപ്പെട്ടാൽ നിങ്ങളുടെ മറുപടി എന്തായിരിക്കും? സഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, പ്രവാചകരെ, അഷ്ഹദു, നാം ഇതാ അല്ലാഹുവിനെ സാക്ഷിയാക്കിക്കൊണ്ട് പറയുന്നു, അന്നക ഖദ് ബല്ലഗ്ത, താങ്കൾ താങ്കളുടെ റബ്ബിന്റെ നസീഹത്തുകൾ, പരിശുദ്ധ ഖുർആനിന്റെ വ്യാഖ്യാനങ്ങൾ നമുക്ക് നൽകിയിട്ടുണ്ട്. വഅദ്ദൈത, താങ്കൾ നല്ല നിലയിൽ അത് നമ്മിലേക്ക് എത്തിച്ചു തന്നിട്ടുണ്ട്. വബല്ലഗ്ത, താങ്കൾ യാതൊരു കുറവുമില്ലാതെ ഖുർആൻ നമുക്ക് എത്തിച്ചു തന്നു. ഹദീസുകളിലൂടെ അതിന്റെ വിശദീകരണങ്ങൾ നമുക്ക് പറഞ്ഞു തന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിന്റെ ഈ മറുപടി ഉണ്ടായ ഉടൻ ആകാശത്തേക്ക് കരങ്ങൾ ഉയർത്തി, ഒരു വിരൽ ആകാശത്തേക്ക് ഉയർത്തി, ശേഷം ഭൂമിയിൽ ജനങ്ങളിലേക്കും നീട്ടിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിനെ സാക്ഷിയാക്കി പറഞ്ഞു, അല്ലാഹുമ്മ അഷ്ഹദ്, അല്ലാഹുമ്മ അഷ്ഹദ്, അല്ലാഹുമ്മ അഷ്ഹദ്. അല്ലാഹുവേ, അറഫ ഭൂമിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്ന ലക്ഷക്കണക്കിന് വരുന്ന എന്റെ സഹാബികൾ എന്റെ വിഷയത്തിൽ വെച്ചിരിക്കുന്ന സാക്ഷ്യമിതാ, നിന്നെ സാക്ഷിയാക്കിക്കൊണ്ട് ഞാൻ പറയുന്നു, നീ എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം ഞാൻ ഈ ജനങ്ങളിലേക്ക് പകർന്നു നൽകിയിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ജീവിതത്തിൽ ഖുർആൻ നമുക്ക് വിശദീകരിച്ചു തന്നു. എങ്ങനെയാണ് ഒരു മുസ്ലിം ജീവിക്കേണ്ടത്, രാവിലെ എഴുന്നേറ്റത് മുതൽ രാത്രി ഉറങ്ങുന്നത് വരെ എങ്ങനെയാണ് നീ ജീവിക്കേണ്ടത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം
അവിടുത്തെ ജീവിതത്തിന്റെ അവസാന സമയം പ്രവാചകൻ പറഞ്ഞ വാക്കുകളിൽ പെട്ടതാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇന്നി ഖദ് തറക്തു ഫീകും മാ ഇൻ ഇഅ്തസംതും ബിഹി ലൻ തളില്ലു അബദാ. സഹാബികളെ, മുസ്ലിം സമൂഹമേ, എന്റെ ശബ്ദം കേൾക്കുന്നവരെ, അന്നത് പ്രവാചകന്റെ സഹാബത്തിനോട് പറഞ്ഞവരാണെങ്കിൽ ഇന്ന് കേൾക്കുന്ന നമ്മോട് അള്ളാഹുവിന്റെ റസൂല് പറയുന്നു, ജനങ്ങളെ, നിങ്ങൾക്ക് നശിക്കാതിരിക്കണമെങ്കിൽ, സന്മാർഗത്തിലാകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ഒരിക്കലും നാശത്തിലേക്ക് നിങ്ങൾ പോകാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ 2 കാര്യങ്ങൾ നിങ്ങൾ മുറുകെ പിടിക്കുക. കിതാബ് അല്ലാഹ്, അതിലൊന്ന് അള്ളാഹുവിന്റെ ഗ്രന്ഥമാണ്. വസുന്നത നബിയ്യി, രണ്ടാമത്തേത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്താണ്. പ്രവാചകന്റെ അധ്യാപനങ്ങൾക്കാണല്ലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങൾക്കാണല്ലോ പ്രിയപ്പെട്ടവരെ നാം സുന്നത്ത് എന്ന് പറയുന്നത്. ഈ സുന്നത്ത് നിങ്ങൾ മുറുകെ പിടിച്ചാൽ മാത്രമാണ് നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കുക എന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. ഇന്ന് മുസ്ലിം ഉമ്മത്തിന്റെ അവസ്ഥയിലേക്ക് നിങ്ങൾ നോക്കിയാൽ എത്രയെത്ര സുന്നത്തുകളെയാണ് അവർ ഒഴിവാക്കിക്കൊണ്ടിരിക്കുന്നത്, എത്രയെത്ര സുന്നത്തുകളെയാണ് അവർ ജീവിതത്തിൽ വില നൽകാതിരിക്കുന്നത്. പല ആളുകളും സുന്നത്തിനെതിരിൽ പല സംശയങ്ങളും സോഷ്യൽ മീഡിയകളിലും മറ്റും ഇന്ന് പ്രചരിപ്പിക്കുന്ന ഒരു കാര്യം നമ്മുടെ കൺമുമ്പിൽ വ്യാപകമായി നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇസ്ലാമിന്റെ ശത്രുക്കൾ, അല്ലെങ്കിൽ പഴയ കാലഘട്ടത്തിൽ ഇസ്ലാമിൽ ഉണ്ടായിരുന്നു, പിന്നീട് നാം ഇസ്ലാം വിട്ടുപോയതാണ് എന്ന് പറയുന്ന ചില നജസുകൾ ഇസ്ലാമിനെതിരിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെതിരിൽ സംസാരിക്കുന്ന പ്രവണത നാം ഇതാ കാണുന്നു. പ്രിയപ്പെട്ടവരെ, ഒന്നാമതായി നാം മനസ്സിലാക്കേണ്ട കാര്യം, സുന്നത്ത് എന്ന് പറയുന്നത് അത് വഹ്യാണ്. അത് അള്ളാഹുവിൽ നിന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്ന വഹ്യാണ്. ഖതീബ് അൽ ബഗ്ദാദി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ അൽ കിഫായയിൽ പറഞ്ഞതുപോലെ, സുന്നത്തും പരിശുദ്ധ ഖുർആനും പ്രാമാണികതയിൽ, ആധികാരികതയിൽ ഒരേ സ്ഥാനത്താണ് നിലകൊള്ളുന്നത് എന്ന് ഖതീബ് അൽ ബഗ്ദാദി റഹിമഹുല്ലാഹ് സൂചിപ്പിച്ചതായി നമുക്ക് കാണാം. കാരണം പരിശുദ്ധ ഖുർആൻ വഹി എന്നതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തും വഹിയായിട്ടാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അതുകൊണ്ട് സുന്നത്തിനെതിരിൽ ഒരുവൻ സംസാരിക്കുന്നുവെങ്കിൽ വഹീനെതിരിലാണ് അവൻ സംസാരിക്കുന്നത്. എന്താണ് അതിന് തെളിവ്? അല്ലാഹു സൂറത്തുൻ നജ്മിലെ 3-4 വചനങ്ങളിൽ പറയുന്നു, വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന അധ്യാപനങ്ങൾ, നിങ്ങളോട് പ്രവാചകൻ ഇന്ന കച്ചവടം പാടില്ല എന്ന് പറഞ്ഞുവെങ്കിൽ, നിങ്ങളോട് പ്രവാചകൻ ഇന്ന കാര്യം നീ പ്രവർത്തിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ, പ്രിയപ്പെട്ട മുസ്ലിം സമൂഹമേ, അത് പ്രവാചകൻ തന്റെ ഭാഗത്ത് നിന്ന് പറയുന്നതല്ല. 7 ആകാശത്തിന്റെ മുകളിൽ നിന്ന് വഹയിന്റെ അടിസ്ഥാനത്തിൽ ജിബ്രീൽ അലൈഹിസ്സലാം അള്ളാഹുവിൽ നിന്ന് വരുന്ന വഹി പ്രവാചകന് എത്തിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പറയുന്നത്. ഇന്ന് പല ആളുകളും ഖുർആനിന് ജീവിതത്തിൽ സ്ഥാനം നൽകുന്നവരുണ്ട്. ഖുർആനിനെതിരിൽ വിമർശനങ്ങൾ വന്നാൽ അതിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെതിരിൽ സംസാരം വരുമ്പോൾ, പ്രവാചകന്റെ സുന്നത്തിനെ പരിഹസിക്കുമ്പോൾ, അതിന് ഖുർആനിനെ പോലെ മഹത്വം കാണാതെ എത്രയെത്ര മുസ്ലിമീങ്ങളെ നമുക്കിന്ന് കാണാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, ഒന്നാമതായി നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, പരിശുദ്ധമായ സുന്നത്ത് അത് അല്ലാഹുവിൽ നിന്നുള്ള വഹിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെതിരാകുന്നവരോട്, വഹിയായ സുന്നത്തിനെതിരാകുന്നവരോട് അല്ലാഹു പറയുന്നു, ഫൽയഹ്ദരില്ലദീന യുഖാലിഫൂന അൻ അംരിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെതിരായി പ്രവർത്തിക്കുന്നവർ അവർ ഭയപ്പെട്ടുകൊള്ളട്ടെ, അൻ തുസീബഹും ഫിത്ന, അവർക്ക് ഫിത്ന ഭയക്കുന്നത് അവർ ഭയപ്പെട്ടുകൊള്ളട്ടെ, അവർക്ക് ഫിത്ന ബാധിക്കുന്നത് അവർ ഭയപ്പെട്ടുകൊള്ളട്ടെ. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാഹ് പറയുന്നു, ഫിത്ന എന്ന് പറഞ്ഞാൽ അവൻ ശിർക്കിൽ അകപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. പ്രവാചകന്റെ സുന്നത്തിനെ ഒഴിവാക്കിയാൽ, അതിനെ പരിഹസിച്ചു കളഞ്ഞാൽ, പ്രവാചകൻ നിര്യാണിക്ക് താഴെ വസ്ത്രം ധരിക്കരുത് എന്ന് പഠിപ്പിക്കുമ്പോൾ അതിനെ ഒരു മുസ്ലിം അങ്ങനെ ധരിച്ചാൽ ഇന്നിവിടെ എന്താ വെള്ളപ്പൊക്കമുണ്ടോ, ഇന്നിവിടെ വസ്ത്രം ധരിക്കാൻ എന്തെങ്കിലും തടസ്സമുണ്ടോ എന്ന് പരിഹാസ രൂപത്തിൽ ചോദിക്കുന്നുവെങ്കിൽ, അള്ളാഹുവിന്റെ താക്കീത്, ഫൽയഹ്ദരില്ലദീന യുഖാലിഫൂന അൻ അംരിഹി അൻ തുസീബഹും ഫിത്ന, അവർക്ക് ഫിത്നയെ ബാധിക്കാൻ സാധ്യതയുണ്ട്. എന്താണ് ഫിത്ന? ഈ ദീനിൽ നിന്ന് അവൻ പുറത്തേക്ക് പോയേക്കാം. അതല്ലെങ്കിൽ ഔ യുസീബഹും അദാബുൻ അലീം, അല്ലെങ്കിൽ കഠിനമായ ശിക്ഷയാണ് അള്ളാഹു അവർക്ക് നൽകാനിരിക്കുന്നത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൻ നൂറിൽ വിശദീകരിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ നാം ബഹുമാനിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ നാം ആദരിക്കണം. അവിടുന്ന് ഒരു കാര്യം പറഞ്ഞാൽ, അവിടുന്ന് ഒരു കാര്യം നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ബുദ്ധിക്ക് യോജിക്കുന്നില്ല എന്ന് പറഞ്ഞ്, അത് സ്വീകരിക്കാൻ പ്രയാസമാണെന്ന് പറഞ്ഞ്,
ഈ കാലഘട്ടത്തിൽ അതൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകന്റെ സുന്നത്തിനെ ഒഴിവാക്കുന്നവർ വാസ്തവത്തിൽ ഒഴിവാക്കുന്നത്, അവരുപേക്ഷിക്കുന്നത് അള്ളാഹുവിന്റെ വഹിയാണ് എന്ന ബോധം അവർക്കുണ്ടാകണം. നിങ്ങൾ നോക്കൂ, പരിശുദ്ധ ഖുർആനിൽ എത്ര ഇടങ്ങളിലാണ് അള്ളാഹു നമ്മോട് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് മുറുകെ പിടിക്കണം എന്നുള്ളത്. ഒരായത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൻ നിസായിൽ പറയുന്നതായി കാണാം, ഫലാ വറബ്ബിക് ലാ യുഅ്മിനൂൻ. ഫലാ വറബ്ബിക്, അള്ളാഹുവിൽ തന്നെയാണ് സത്യം, അള്ളാഹുവിൽ തന്നെയാണ് സത്യം. ലാ യുഅ്മിനൂൻ, പ്രവാചകരെ ഈ ജനങ്ങളൊന്നും ഈ ആളുകളൊന്നും മുഅ്മിനീങ്ങളാവുകയില്ല. ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും, അവർക്കിടയിൽ സംഭവിച്ചിരിക്കുന്ന പ്രയാസങ്ങളിൽ, ബുദ്ധിമുട്ടുകളിൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിധി അവർ സ്വീകരിക്കുന്നത് വരെ. ثم لا يجدوا في انفسهم حرجا مما قضيت ويسلموا تسليما. പ്രവാചകരെ, താങ്കളുടെ അഭിപ്രായം അവർ ചോദിച്ചാൽ മാത്രം പോരാ. നിങ്ങൾ ശ്രദ്ധിക്കുക, താങ്കളുടെ അഭിപ്രായം അവർ ചോദിച്ചാൽ മാത്രം പോരാ. താങ്കൾ എന്താണോ ഒരു വിഷയത്തിൽ വിധി നൽകിയിരിക്കുന്നത് അത് അവർ സ്വീകരിക്കാൻ ബാധ്യസ്ഥരാണ്. വയുസല്ലിമു തസ്ലീമ, അതിന് പരിപൂർണമായി അവർ കീഴൊതുങ്ങുകയും ചെയ്യണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. ഈ ആയത്തിലൂടെ പ്രിയപ്പെട്ടവരെ, പ്രവാചകന്റെ സുന്നത്തിനോട് നാം സ്വീകരിക്കേണ്ട 3 നിലപാടുകളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൻ നിസായിൽ നമുക്ക് പറഞ്ഞു തരുന്നത്. എന്റെ ശബ്ദം കേൾക്കുന്നവർ, എന്റെ ശബ്ദം കേൾക്കുന്ന എന്റെ പ്രിയപ്പെട്ടവർ, നിങ്ങൾ ഇത് ചിന്തിക്കണം. ഒരു ഹദീസ് നിങ്ങൾ കേട്ടാൽ, ഖാല റസൂലുള്ളാഹ് എന്ന് പറഞ്ഞ് നിങ്ങൾ ഒരു കാര്യം കേട്ടാൽ, അവിടെ നിങ്ങൾക്ക് 3 ബാധ്യതകളുണ്ട്. 1, പ്രവാചകൻ എന്താണോ പറഞ്ഞത് അത് സ്വീകരിക്കേണ്ട ബാധ്യത. 2, അത് സ്വീകരിക്കുന്നതിൽ നിങ്ങൾക്ക് മനപ്രയാസം ഉണ്ടാകാൻ പാടില്ല, നിങ്ങൾക്കതിൽ ഇഷ്ടക്കേടുണ്ടാകാൻ പാടില്ല. ഇഷ്ടത്തോടെ ഇതെന്റെ റബ്ബെനിക്ക് വിധിച്ചതാണ് എന്ന ബോധ്യത്തിൽ ഇത് സ്വീകരിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നെരിയാണിക്ക് താഴെ വസ്ത്രം ധരിക്കരുത് എന്ന് പറഞ്ഞാൽ, നീ നിന്റെ താടി വളർത്തണം എന്ന് പറഞ്ഞാൽ അത് സ്വീകരിക്കാൻ നമുക്ക് പ്രയാസമുണ്ടാകാൻ പാടില്ല. അത് ഖുർആനിന്റെ കൽപ്പനയാണ്. ثم لا يجدوا في انفسهم حرجا. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യങ്ങളിൽ ഒരു കാരണവശാലും നമുക്ക് പ്രയാസമുണ്ടാകാൻ പാടില്ല. അവസാനം അല്ലാഹു പറയുന്നു, വയുസല്ലിമു തസ്ലീമ, അതിനെ പൂർണ്ണമായി അംഗീകരിക്കാൻ സാധിക്കേണ്ടതുണ്ട്. നിന്റെ കച്ചവടത്തിൽ പലിശ ഇടപാട് നീ നടത്തരുത് എന്ന് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം പഠിപ്പിക്കുമ്പോൾ, പ്രവാചകന്റെ അധ്യാപനങ്ങളിൽ വന്നാൽ പലിശ ഇടപാട് ഒഴിവാക്കിയാൽ എനിക്കെങ്ങനെ ജീവിക്കാൻ സാധിക്കും, എന്റെ കച്ചവടം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും എന്ന ചിന്തയല്ല, മറിച്ച് പലിശ ഒഴിവാക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞുവെങ്കിൽ, അവനെ പ്രവാചകൻ ശപിച്ചുവെങ്കിൽ, വല്ലാഹി വബില്ലാഹ്, ഞാൻ എന്റെ ജീവിതത്തിൽ അത് ഒഴിവാക്കും എന്ന തീരുമാനമെടുക്കാൻ പ്രിയപ്പെട്ടവരെ പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്ത് നമ്മെ പഠിപ്പിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റൊരിടത്ത് പറയുന്നതായി കാണാം, وما كان لمؤمن ولا مؤمنة إذا دعوا إذا قضى الله ورسوله أمرا أن يكون لهم الخيرة من أمرهم. ഒരു മുസ്ലിം, ഒരു വിശ്വാസി, ആണാവട്ടെ അവൻ പെണ്ണാവട്ടെ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോ അല്ലാഹുവോ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അതെന്തേ അങ്ങനെ അല്ലാഹു വിധിച്ചത്, എന്തുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞത്? അത് പഴയ കാലഘട്ടത്തിലായിരിക്കും. ഹിജാബ് ധരിക്കണമെന്ന് സ്ത്രീകളോടുള്ള പരിശുദ്ധ ഖുർആനിന്റെയും പ്രവാചകന്റെ അധ്യാപനങ്ങളും അതിനെ ഒരു മുസ്ലിം സ്വീകരിക്കുന്നത് ഈ കാലഘട്ടത്തിൽ അത് യോജിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്നുവെങ്കിൽ, അല്ലാഹു പറയുന്നു, മാ കാന ലഹുമുൽ ഖിയറ, അവർക്ക് തിരഞ്ഞെടുക്കാൻ അതെങ്ങനെ എന്നൊരു ചോദ്യം വിശ്വാസിക്ക് അനുവദനീയമല്ല. വിശ്വസിക്കുക എന്നതാണ് നിന്റെ ബാധ്യത. അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചുവെങ്കിൽ നിന്റെ ബുദ്ധിക്ക് അവിടെ സ്ഥാനമില്ല, അത് തള്ളിക്കളയാൻ നിനക്കവിടെ സ്ഥാനമില്ല. അത് പൂർണ്ണമായി അംഗീകരിച്ചാൽ മാത്രമേ നിനക്ക് വിജയിക്കാൻ സാധിക്കുകയുള്ളൂ. പ്രിയപ്പെട്ട മുസ്ലിം ഉമ്മത്തെ, ഈ കാര്യങ്ങൾ നമ്മുടെ ഓർമ്മയിൽ ഉണ്ടാകണം. നമ്മുടെ പരലോകവുമായി ബന്ധപ്പെട്ട വിഷയമാണിത്. സുന്നത്തിനെ മനസ്സുകൊണ്ട് സ്വീകരിക്കുന്നില്ലെങ്കിൽ, പ്രവാചകന്റെ സുന്നത്തിനെ നമ്മുടെ ബുദ്ധിക്ക് യോജിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് തള്ളിക്കളയുകയാണെങ്കിൽ പരിശുദ്ധമായ ഖുർആനിന്റെ അധ്യാപനങ്ങൾക്കെതിരാണ് ഒരുവൻ പ്രവർത്തിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ നോക്കൂ, ഇമാം അഹ്ലുസുന്ന ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റഹിമഹുള്ളയുടെ ചരിത്രം നിങ്ങൾ വായിച്ചു നോക്കുക. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അദ്ദേഹം അനുഭവിച്ചിരിക്കുന്ന പ്രയാസങ്ങൾ, അദ്ദേഹം അനുഭവിച്ചിരിക്കുന്ന ത്യാഗങ്ങൾ, അദ്ദേഹത്തിന്റെ ജീവിത കാലഘട്ടത്തിൽ ഒരു ഭരണാധികാരി വരുന്നു. എന്താണ് ആ ഭരണാധികാരിയുടെ പേര്? അൽ മഅ്മൂൻ. മഅ്മൂൻ എന്ന പേരുള്ള ഭരണാധികാരി. ആ വ്യക്തി വന്നിട്ട് പറയുകയാണ്, ഖുർആൻ അള്ളാഹുവിന്റെ സൃഷ്ടിയാണ്. ഖുർആൻ സൃഷ്ടിവാദം ആദ്യമായി ലോകത്ത് അത്തരത്തിലുള്ള വാദങ്ങൾ മുഅ്തസിലിയാക്കൾ കൊണ്ടുവന്നപ്പോൾ മഅ്മൂൻ എന്ന് പറയുന്ന ഭരണാധികാരി ആ ചിന്താഗതി ഏറ്റെടുക്കുന്നു.
പ്രിയപ്പെട്ടവരെ, ഇമാം അഹ്മദിനെ അതികഠിനമായി പീഡിപ്പിച്ചു. 2.5 വർഷത്തോളം ഇമാം അഹ്മദിനെ ജയിലറകളിൽ അടച്ചു. ഇമാം അഹ്ലുസുന്ന അഹ്മദ് ബിൻ ഹംബലിനെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി മഅ്മൂൻ എന്ന് പറയുന്ന ഭരണാധികാരി നിർദ്ദേശം നൽകുകയാണ്. ഇമാം അഹ്മദിനെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ മഅ്മൂൻ പ്രഖ്യാപിച്ചു, എന്റെ മുന്നിലേക്ക് ഇമാം അഹ്മദ് എത്തുകയാണെങ്കിൽ ഇഞ്ചിഞ്ചായി ഇമാം അഹ്മദിനെ ഞാൻ വെട്ടി നുറുക്കും എന്ന് മഅ്മൂൻ പ്രസ്താവിച്ചപ്പോൾ ഇമാം അഹ്മദ് അള്ളാഹുവിലേക്ക് കരങ്ങൾ ഉയർത്തിക്കൊണ്ട് പറഞ്ഞു, റബ്ബേ, നിന്റെ ദീനിൽ മാറ്റം വരുത്തിയ അവന്റെ മുഖം കാണാൻ എന്നെ നീ കാരണമാക്കരുതേ എന്ന് ഇമാം അഹ്മദ് റഹിമഹുല്ലാഹ് ദുആ ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, യാത്രാമധ്യേ മഅ്മൂനിന്റെ മരണവാർത്ത ഇമാം അഹ്മദിന് ലഭിച്ചു. അടുത്ത ഭരണം ഏറ്റെടുക്കുന്നത് മുഅ്തസിം എന്ന് പറയുന്ന മറ്റൊരു ഭരണാധികാരിയാണ്. ഇതേ രൂപത്തിൽ ഇമാം അഹ്മദിനെ കഠിനമായി പീഡിപ്പിച്ചു, കഠിനമായി പ്രയാസമേൽപ്പിച്ചു. ഇമാം അഹ്മദിനെ ചാട്ടവാറടിച്ചു. എത്രത്തോളം എന്ന് പറഞ്ഞാൽ, ചാട്ടവാറടിക്കാൻ വേണ്ടി ഉത്തരവാദിത്വമുണ്ടായിരുന്ന വ്യക്തി പറയുന്നു, ഒരു മൃഗത്തെയാണ് അടിച്ചതെങ്കിൽ ആ മൃഗത്തിന് പോലും അത് സഹിക്കാൻ സാധിക്കുമായിരുന്നില്ല. അത്രയും കഠിനമായി അദ്ദേഹത്തിന്റെ ബോധം പോകുന്ന രീതിയിൽ ഇമാം അഹ്മദിനെ ദ്രോഹിച്ചു. അദ്ദേഹത്തിന്റെ മുഖത്ത് വലിച്ചയച്ചുകൊണ്ട് അദ്ദേഹത്തെ കാരാഗ്രഹങ്ങളിൽ കൊണ്ടടച്ചു. ഇമാം അഹ്ലുസുന്ന അദ്ദേഹത്തോട് പല ആളുകളും വന്ന് ചോദിച്ചു, ഈ ഭരണാധികാരികൾക്കെതിരിൽ സംസാരിക്കാൻ, അവർക്കെതിരിൽ ഇറങ്ങാൻ താങ്കൾ ഒരു അനുമതി നൽകിയാലും. പ്രിയപ്പെട്ടവരെ, ഇമാം അഹ്മദിന്റെ മനസ്സിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് ഉണ്ടായിരുന്നു, അലൈക്കും ബിസ്സമഇ വത്വാഅ, നിങ്ങൾ ഭരണാധികാരികളെ കേൾക്കുകയും അനുസരിക്കുകയും വേണം എന്ന ഹദീസ് ഇമാം അഹ്മദിന്റെ മനസ്സിൽ എന്നും അദ്ദേഹം സൂക്ഷിച്ചിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിനരികിൽ വന്നവരോട് അദ്ദേഹം പറഞ്ഞു, ഒരു കാരണവശാലും ഭരണകൂടത്തിനെതിരിൽ സംസാരിക്കാൻ പാടില്ല, മുസ്ലിമീങ്ങളുടെ ഭരണകൂടത്തിനെതിരിൽ സംസാരിക്കാൻ പാടില്ല. പ്രിയപ്പെട്ടവരെ, മുഅ്തസിം മരണപ്പെടുന്നു. അടുത്ത ഭരണാധികാരി വരുന്നു, അൽ വാസിഖ് എന്ന് പറയുന്ന ഭരണാധികാരി. കൊടിയ പീഡനങ്ങൾക്ക് ഇമാം അഹ്മദിനെ വിധേയനാക്കിയ ഭരണാധികാരി. അദ്ദേഹത്തെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പോലും അനുമതി നിഷേധിച്ചു. ജമാഅത്ത് നിസ്കാരങ്ങളിൽ മസാജിദുകളിൽ പോകരുത് എന്ന് പറഞ്ഞു. അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ഒരാളും സന്ദർശിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. ജനങ്ങൾ ഇമാം അഹ്മദിന്റെ അരികിൽ വന്നിട്ട് പറഞ്ഞു, യാ ഇമാം, ലഖദ് അളുമൽ അംറു വസ്സതാൽ, ഇമാം അഹ്മദേ, എത്ര വർഷമായി ഈ പീഡനങ്ങളിൽ നാം ജീവിക്കുന്നു? 14 വർഷത്തോളം കൊടിയ പീഡനം ഇമാം അഹ്മദ് സഹിച്ച ശേഷം ജനങ്ങൾ വന്നിട്ട് ചോദിക്കുന്നു, താങ്കൾ ഒരു മറുപടി നൽകിയാൽ, ഒരു അനുമതി നൽകിയാൽ താങ്കളെ പീഡിപ്പിച്ച് ഈ ഭരണകൂടത്തിനെതിരിൽ നാം ഇറങ്ങാം, അവരെ താഴെ ഇറക്കാം എന്ന് പറഞ്ഞപ്പോൾ ഇമാം അഹ്ലുസുന്ന അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാഹ് അവരോട് പറഞ്ഞ മറുപടി, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിലക്കിയതാണ്, അത് ഇസ്ലാം അനുവദിക്കാത്തതാണ്. മുസ്ലിം ഭരണകൂടങ്ങൾക്കെതിരിൽ സംസാരിക്കലും അവർക്കെതിരിൽ പുറപ്പെടലും ഇസ്ലാം അനുവദിക്കാത്തതാണ് എന്ന് പറഞ്ഞ് ഇമാം അഹ്ലുസുന്ന സുന്നത്ത് നൽകിയിരിക്കുന്ന സ്ഥാനം തന്റെ ജീവിതത്തിലെല്ലാം നഷ്ടപ്പെട്ടിട്ടും 14 വർഷങ്ങൾ കൊടിയ പീഡനങ്ങൾ ഏറ്റുവാങ്ങിയിട്ടും പ്രിയപ്പെട്ടവരെ, പ്രവാചകന്റെ സുന്നത്ത് എവിടെയുണ്ടോ അവിടെ നിൽക്കാൻ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാ പരിശ്രമിച്ചതായി നമുക്ക് അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ കാണാം. എന്തുകൊണ്ടാണ്? നമ്മുടെ മുൻഗാമികൾ എപ്പോഴും അവരുടെ ജീവിതത്തിൽ സുന്നത്തിന്റെ സ്ഥാനം നൽകിയിരുന്നു. മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു മുഗഫൽ റളിയല്ലാഹു അൻഹു ഒരിക്കൽ അദ്ദേഹത്തിന്റെ വീട്ടിനരികിലൂടെ പോകുമ്പോൾ ഒരു വ്യക്തി കല്ലുകൊണ്ട് എറിയുന്നത് കണ്ടു. കല്ലുകൊണ്ട് നാമൊക്കെ ചെറുപ്പത്തിൽ ചില ആളുകളൊക്കെ കളിച്ചിട്ടുണ്ടാകും. 2 മരക്കഷ്ണങ്ങൾക്കിടയിൽ കല്ല് വെച്ചെറിയുന്ന ഒരു തരം കളികൾ ചില ആളുകൾ കളിക്കും. അങ്ങനെ അബ്ദുല്ലാഹ് ഇബ്നു മുഗഫൽ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ കണ്ടപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞു, ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിലക്കിയതാണ്. പിന്നെ ഇബ്നു മുഗഫൽ റളിയല്ലാഹു അൻഹു അവിടെ നിന്ന് പോയി. തിരിച്ചു വരുമ്പോൾ വീണ്ടും അദ്ദേഹം ആ പ്രവർത്തനം തന്നെ ചെയ്യുന്നു. അബ്ദുല്ലാഹ് ഇബ്നു മുഗഫൽ റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ നിന്നോട് പറഞ്ഞില്ലേ ഇത് അല്ലാഹുവിന്റെ റസൂൽ വിലക്കിയതാണ് എന്ന്, എന്നിട്ട് നീ ഇനി ആവർത്തിക്കുകയാണോ? ജീവിതകാലത്തിൽ ഒരിക്കലും നിന്നോട് ഞാൻ സംസാരിക്കുകയില്ല എന്ന് കോപിച്ചുകൊണ്ട് അബ്ദുല്ലാഹ് ഇബ്നു മുഗഫൽ റളിയല്ലാഹു അൻഹു പറയുന്നു. ഒരിക്കൽ മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന രീതിയിലുള്ള ഹജ്ജ് നിർവഹിച്ചിട്ടുണ്ട്. ചില ആളുകൾ ഇബ്നു അബ്ബാസിനോട് പറഞ്ഞു, ഇബ്നു അബ്ബാസ്, അത് അബൂബക്കറും ഉമറും വിലക്കിയതല്ലേ? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തിരിച്ചു പറയുന്നു, അഖൂലു ലക്കും ഖാല അല്ലാഹു വഖാല റസൂലു, ഞാൻ നിങ്ങളോട് പറയുന്നത് അല്ലാഹുവിന്റെ റസൂൽ അനുവദിച്ചിട്ടുണ്ട് എന്നാണ്. അപ്പോൾ നിങ്ങൾ എന്നോട് പറയുകയാണോ അബൂബക്കറും ഉമറും അനുവദിച്ചു എന്ന്? നിങ്ങൾക്ക് മേൽ ആകാശത്ത് നിന്ന് കല്ലുമഴ വർഷിക്കുമോ എന്ന് ഞാൻ ഭയക്കുന്നു എന്ന് സുന്നത്തിനോടെതിരായി സംസാരിച്ചവരോട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്ത്
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അധ്യാപനങ്ങൾ ഒരു കാരണവശാലും അതിനെതിരാകാൻ പാടില്ല. പ്രവാചകൻ ഒരു കാര്യം പഠിപ്പിച്ചാൽ സമിഅനാ വ അതഅനാ, നാം ഇതാ കേട്ടിരിക്കുന്നു, നാം ഇതാ അനുസരിച്ചിരിക്കുന്നു എന്ന നിലപാട് മാത്രമേ നമുക്കുണ്ടാകാൻ പറ്റുകയുള്ളൂ. അതല്ലാതെ നമ്മുടെ ബുദ്ധി വെച്ചുകൊണ്ട്, നമ്മുടെ ഏതെങ്കിലും ചിന്താഗതികൾ വെച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെതിരിൽ സംസാരിക്കുക എന്നുള്ളത് ഒരിക്കലും മുസ്ലിമീങ്ങൾ സ്വീകരിച്ചിരുന്ന രീതിയല്ല. അതാണ് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ ഏത് കാലഘട്ടത്തിലും നടത്തിക്കൊണ്ടുവരുന്ന രീതിയും. പ്രിയപ്പെട്ടവരെ, ഇവിടെ നാം മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ഇസ്ലാം ഇത്രയും പടർന്ന് പന്തലിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇസ്ലാമിന്റെ ശത്രുക്കൾക്ക് പലതരത്തിലുള്ള പ്രയാസങ്ങളും പഴയ കാലഘട്ടം മുതൽ ഉണ്ടായിട്ടുണ്ട്. പലതരത്തിൽ മുസ്ലിമീങ്ങളെ അവർ ദ്രോഹിക്കാൻ തുടങ്ങി, പലതരത്തിൽ മുസ്ലിമീങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ അവർ തുടങ്ങി. സായുധമായ പോരാട്ടങ്ങളിൽ മുസ്ലിമീങ്ങൾ പകച്ചു പോവുകയില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ അവർ ഇസ്ലാമിനെതിരിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെതിരിൽ പലതരത്തിലുള്ള ആരോപണങ്ങളും പടച്ചുവിടാൻ വേണ്ടി തുടങ്ങി. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ശ്രദ്ധിക്കണം, ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ചില ആളുകൾ പ്രചരിപ്പിക്കുന്നതായി കണ്ടു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെതിരിൽ ചില ആരോപണങ്ങൾ. ഈ സുന്നത്ത് പ്രവാചകന്റെ കാലഘട്ടത്തിൽ ക്രോഡീകരിക്കപ്പെട്ടിരുന്നില്ല, മറിച്ച് പിൽക്കാലഘട്ടത്തിലാണ് സുന്നത്തിന്റെ ക്രോഡീകരണം നടന്നത് എന്ന് ചില ആളുകൾ പ്രചരിപ്പിക്കുന്നത് കണ്ടു. എന്താണ് അതിന്റെ വാസ്തവം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ആദ്യമൊക്കെ സുന്നത്ത് എഴുതുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയിരുന്നു. ഇത് ശരിക്കും നിങ്ങൾ മനസ്സിലാക്കണം. അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലാ തക്തുബു അന്നി, നിങ്ങൾ എന്നിൽ നിന്ന് ഒന്നും എഴുതിയെടുക്കരുത്. ഫമൻ കതബ അന്നി ശൈഅൻ ഗൈറൽ ഖുർആൻ ഫൽയംഹു, ആരെങ്കിലും ഖുർആൻ അല്ലാതെ മറ്റെന്തെങ്കിലും ഞാൻ പറഞ്ഞതായി എഴുതിയിട്ടുണ്ട് എങ്കിൽ അവനത് മായ്ച്ചു കളയണമെന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യകാലം നിർദ്ദേശം നൽകിയിരുന്നു. എന്നാൽ പിന്നീട് അവിടുത്തെ ജീവിതത്തിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുതാൻ അനുമതി നൽകിയതായി ധാരാളം അഹാദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ടാണ് ഇമാം ഇബ്നു ഖുതൈബത്ത് അദ്ദീനവരി റഹിമഹുല്ലാഹ് പറഞ്ഞത്, ആദ്യ കാലഘട്ടത്തിലാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുതാൻ വിലക്കേർപ്പെടുത്തിയിട്ടുള്ളൂ. അതിനുശേഷം ഇസ്ലാം അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് എഴുതാൻ അനുമതി നൽകി. ഒന്ന് രണ്ട് സംഭവങ്ങൾ മാത്രം പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ വെച്ച് ഖുതുബ നടത്തുന്നു. ഖുതുബയുടെ അവസാനം യമനിൽ നിന്നുള്ള ഒരു വ്യക്തി എഴുന്നേറ്റുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നു, പ്രവാചകരെ, ഈ പറഞ്ഞ കാര്യങ്ങൾ എനിക്ക് എഴുതി തന്നാലും. അബൂ ഷാഹ് എന്ന് പറയുന്ന വ്യക്തിയാണ് ആവശ്യപ്പെട്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഉണ്ടായിരുന്ന സഹാബികളോട് പറയുന്നു, ഉക്തുബു ലി അബീ ഷാഹ്, നിങ്ങൾ അബൂ ഷാഹ്ക്ക് എഴുതി കൊടുക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിക്കുന്ന ഹദീസിൽ സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്. പ്രവാചകന്റെ കാലഘട്ടത്തിൽ തന്നെ സുന്നത്ത് ക്രോഡീകരിക്കാൻ, സുന്നത്ത് എഴുതപ്പെടാൻ വേണ്ടി തുടങ്ങിയതായി ധാരാളം ചരിത്രങ്ങൾ നമുക്ക് കാണാം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്, മാ കാന അഹദുൻ من أصحاب رسول الله صلى الله عليه وسلم أعلم حديثا مني إلا ما كان من عبد الله بن عمرو فإنه كان يكتب ولا أكتب. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്, പ്രവാചകന്റെ സഹാബികളിൽ എന്നെക്കാളും ഹദീസുകൾ അറിയുന്നത് ഒരൊറ്റ വ്യക്തി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് അബ്ദുല്ലാഹ് ഇബ്നു അംർ ഇബ്നു അൽ ആസ് ആണ്. അതിന് കാരണം ഞാൻ കേൾക്കുന്നതൊക്കെ മനഃപ്പാഠമാക്കും, പക്ഷേ അബ്ദുല്ലാഹ് ഇബ്നു അംർ എഴുതുകയും മനഃപ്പാഠമാക്കുകയും ചെയ്യാറുണ്ടായിരുന്നു എന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞതായി ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാം. പ്രിയപ്പെട്ടവരെ, സഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകൾ എഴുതാറുണ്ടായിരുന്നു. ഉസൈദ് ഇബ്നു ഖുദൈർ റളിയല്ലാഹു അൻഹു ചില ഹദീസുകൾ എഴുതിയ ശേഷം മർവാൻ ഇബ്നുൽ ഹകം എന്ന് പറയുന്ന ഭരണാധികാരിക്ക് കൊടുത്തയച്ചതായി അദ്ദേഹത്തിന്റെ ചരിത്രങ്ങളിൽ കാണാം. അതുപോലെ ജാബിർ ഇബ്നു സമുറ, അബ്ദുല്ലാഹ് ഇബ്നു ഔഫ, സെയ്ദ് ഇബ്നു അർഖം, അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹും തുടങ്ങിയ അനേകം സഹാബികൾ അവർ എഴുതി ബാക്കിയുള്ളവരിലേക്ക് അയച്ചതിന്റെ രേഖകൾ ഹദീസിന്റെ കിതാബുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. അതിന് പുറമെ ചില സഹാബികൾക്ക് അവരുടേതായ ഹദീസിന്റെ ഗ്രന്ഥങ്ങൾ ഉണ്ടായിരുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് സഹീഫത്തു അബീ ബക്കർ എന്ന പേരിൽ ഇമാം ബുഖാരി അടക്കം അതിൽ നിന്ന് ഹദീസുകൾ ഉദ്ധരിച്ചതായി കാണാം. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ പേരിൽ ചേർത്തപ്പെടുന്ന ഒരു ഹദീസിന്റെ ഏട് അദ്ദേഹത്തിനുണ്ട്. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന് അദ്ദേഹത്തിന്റെ പേരിലേക്ക് ചേർത്തപ്പെടുന്ന ഒരു ഹദീസിന്റെ ഗ്രന്ഥം ഉണ്ടായിരുന്നു. അബ്ദുല്ലാഹ് ഇബ്നു അംർ ഇബ്നു അൽ ആസിന് അസ്സഹീഫത്തു സ്സാദിഖ എന്ന പേരിലുള്ള ഹദീസിന്റെ ഗ്രന്ഥം ഉണ്ടായിരുന്നു. ഈ രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബികൾ ഹദീസുകൾ എഴുതി വെച്ചിരുന്നു.
അവർ അത് രേഖപ്പെടുത്തിയിരുന്നു. അവർക്കന്ന് ലഭിച്ചിരിക്കുന്ന സംവിധാനങ്ങൾ അനുസരിച്ച് ഹദീസുകൾ എഴുതാൻ അവർ പരിശ്രമിച്ചിരുന്നു. ഇന്ന് ചില ആളുകൾ പറയുന്നത് പോലെ പ്രവാചകന്റെ വഫാത്തിന് ശേഷം 2 നൂറ്റാണ്ട് കഴിഞ്ഞ് ഈ പറയുന്ന ഇമാം ബുഖാരിയും മുസ്ലിമും വന്ന ശേഷമാണ് ഹദീസുകൾ ക്രോഡീകരിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് ഹദീസിന്റെ ആധികാരികതയിൽ സംശയിപ്പിക്കുന്നവർ അവർ ഒന്നുകിൽ സംസാരിക്കുന്നത് അവരുടെ ദേഹേച്ഛയുടെ അടിസ്ഥാനത്തിൽ, അതല്ലെങ്കിൽ അറിവില്ലായ്മയിലാണ്. അതല്ല എങ്കിൽ ഇസ്ലാമിക ചരിത്രങ്ങൾ നിങ്ങൾ നോക്കിയാൽ സ്വഹാബികൾ ഹദീസുകൾ, ഈ പറയപ്പെട്ട അനേകം സ്വഹാബികൾ പ്രിയപ്പെട്ടവരെ ഹദീസുകൾ ക്രോഡീകരിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും. ഈ സ്വഹാബികൾ അവരുടെ വിദ്യാർത്ഥികളോട്, അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു അവരുടെ വിദ്യാർത്ഥികളോട് പറയാറുണ്ട്, നിങ്ങൾ ഇൽമ് എഴുതി വെക്കുക. ഉമർ ബിൻ അൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയാറുണ്ട്, നിങ്ങൾ ഹദീസുകൾ എഴുതി വെക്കുക. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബികൾ എഴുതിയതുപോലെ അവരുടെ വിദ്യാർത്ഥികളായ താബിഈങ്ങളും ഹദീസുകൾ എഴുതിയതായി നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ ഒരു ഔദ്യോഗിക സ്വഭാവം ഉണ്ടായിരുന്നില്ല. എല്ലാവരും അവരവരാൽ കഴിയുന്ന ഹദീസുകൾ അവരെഴുതും. ഹാഫിദ് ഇബ്നു റജബ് അൽ ഹംബലി റഹിമഹുല്ലാഹ് പറഞ്ഞതുപോലെ അവർക്ക് പഠിക്കാൻ, അവർക്ക് പിന്നീട് മുറാജഅ ചെയ്യാൻ പ്രവാചകന്റെ ഹദീസുകൾ അവർ എഴുതി വെക്കും. എന്നാൽ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് എന്ന് പറയുന്ന ഭരണാധികാരി ഭരണമേറ്റെടുത്തപ്പോഴാണ് ഹദീസുകൾ ആധികാരികമായി ക്രോഡീകരിക്കുന്നത്. അദ്ദേഹം ഇമാം അസ്സുഹ്രി റഹിമഹുല്ലാഹ്ക്ക് കത്തെഴുതി, അബൂബക്കർ ഇബ്നു ഹസ്മിന് കത്തെഴുതി അവരോട് പറഞ്ഞു, നിങ്ങൾ പ്രവാചകന്റെ ഹദീസുകൾ ക്രോഡീകരിക്കുക, ഉലമാക്കൾ ഇതാ മരണപ്പെട്ടു പോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യമായി ഔദ്യോഗികമായി ആധികാരികമായി ഒരു ഭരണകൂടത്തിന്റെ ചിട്ടയിൽ ഹദീസുകൾ ക്രോഡീകരിക്കപ്പെടുന്നത് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹിമഹുല്ലാഹയുടെ കാലഘട്ടത്തിലാണെങ്കിലും അതിനു മുമ്പേ ഹദീസുകൾ ക്രോഡീകരിക്കപ്പെടാറുണ്ടായിരുന്നു എന്ന് ചരിത്രങ്ങൾ സാക്ഷിയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസുകൾ പ്രവാചക കാലഘട്ടം മുതൽ തന്നെ എഴുതപ്പെട്ടിട്ടുണ്ട് എന്നത് ചരിത്രമാണ്. ഇമാം ബുഖാരി അടക്കം ഉദ്ധരിച്ച ഹദീസുകൾ അതിന് തെളിവാണ്. അതിനെതിരായി വല്ലവനും പറയുന്നുവെങ്കിൽ പിൽക്കാലഘട്ടത്തിലാണ് ഹദീസുകൾ ക്രോഡീകരിക്കപ്പെട്ടത് എന്ന് പറഞ്ഞ് ഹദീസിന്റെ പ്രാമാണികതയെ ചോദ്യം ചെയ്യുന്നവർ അവർ വിവരദോഷികളാണ്, അവർ അവരുടെ ഹവയെ പിൻപറ്റുന്നവരാണ് എന്ന യാഥാർത്ഥ്യം നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കുക. പ്രവാചകന്റെ ഹദീസുകളെ നാം ബഹുമാനിക്കുകയും അതിനെ സ്വീകരിക്കുകയും ചെയ്യുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകളെ തള്ളുന്നവർ അവർക്ക് ഇസ്ലാമിൽ യാതൊരു സ്ഥാനവുമില്ല എന്ന യാഥാർത്ഥ്യം പ്രിയപ്പെട്ടവരെ നാം മനസ്സിലാക്കുക. ഇതോടൊപ്പം നാം തിരിച്ചറിയേണ്ട മറ്റൊരു കാര്യം, പരിശുദ്ധമായ ഖുർആനിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുമായി 3 ബന്ധങ്ങളാണുള്ളത്. ഇമാം ഷാഫിഈ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ അർ-റിസാലയിൽ പറയുന്നത് പോലെ അതിലൊന്നാമത്തേത്, ഖുർആനിൽ വന്നിരിക്കുന്ന ഒരു കാര്യം ഹദീസുകളിലും വരിക. ഖുർആനിൽ അല്ലാഹു നിസ്കരിക്കാൻ വേണ്ടി കൽപ്പിച്ചു, ഹദീസുകളിലും നിസ്കാരത്തെ കുറിച്ചുള്ള കൽപ്പനകൾ കാണാം. ഒന്നാമത്തെ രൂപം ഇതാണ്. ഖുർആനിൽ എന്താണോ വന്നത് അത് തന്നെ ഹദീസുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആവർത്തിക്കുക. അത് നമുക്ക് തെളിവാണെന്നതിൽ യാതൊരു സംശയവുമില്ല. രണ്ടാമത്തേത്, പരിശുദ്ധ ഖുർആനിൽ ഒരു കാര്യം മൊത്തത്തിൽ വരികയും അതിന്റെ വിശദീകരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകളിൽ നൽകുകയും ചെയ്യുക. ഉദാഹരണത്തിന് അല്ലാഹു പറഞ്ഞു, ഇന്നസ്സലാത കാനത അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂത. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു നിസ്കാരം നമുക്ക് നിർബന്ധമാക്കിയിരിക്കുന്നു. അതിന്റെ വിശദീകരണങ്ങൾ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. മൂന്നാമത്തെ കാര്യം, പരിശുദ്ധ ഖുർആനിൽ വരാത്ത ഒരു കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ഉദാഹരണത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു സ്ത്രീയെയും അവരുടെ മാതാവിന്റെ സഹോദരിയെയും ഒന്നിച്ച് വിവാഹം ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഒരാളുടെ ഭാര്യയെയും അവരുടെ മാതാവിന്റെ സഹോദരിയും, 2 ഭാര്യമാരെ സ്വീകരിക്കുകയാണെങ്കിൽ ഭാര്യയെയും ഭാര്യയുടെ മാതാവിന്റെ സഹോദരിയെയും വിവാഹം ചെയ്യാൻ പാടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതുപോലെ അത് ഖുർആനിൽ അധ്യാപനമില്ല, പക്ഷേ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു. ഈ 3 കാര്യങ്ങളും നമ്മെ സംബന്ധിച്ചിടത്തോളം പ്രമാണമാണ്. കാരണം അല്ലാഹു പറഞ്ഞു, വമാ ആതാകുമുർ റസൂലു ഫഖുദു വമാ നഹാകും അൻഹു ഫൻതഹു. എന്താണോ നിങ്ങൾക്ക് പ്രവാചകൻ കൊണ്ടുവന്നത് അത് നിങ്ങൾ സ്വീകരിക്കുക, എന്താണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയത് അതിനെ തൊട്ട് നിങ്ങൾ മാറി നിൽക്കുക എന്ന പരിശുദ്ധ ഖുർആനിന്റെ അധ്യാപനങ്ങൾ നമുക്ക് കാണാം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അഹ്ലുസ് സുന്നത്തിന്റെ ആളുകളെ, ഖുർആനിനെ നിങ്ങൾ ബഹുമാനിക്കുക, പ്രവാചകന്റെ ഹദീസുകളെ നിങ്ങൾ ബഹുമാനിക്കുക. അതിനെ തള്ളുന്ന ഒരു സാഹചര്യം ഒരു കാരണവശാലും നമുക്കുണ്ടായിക്കൂടാ. സഹാബികൾ ബഹുമാനിച്ചതുപോലെ, സഹാബികൾ ആദരിച്ചതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ ആദരിക്കാൻ നാം ഓരോരുത്തരും ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന്റെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.
അൽഹംദുലില്ലാഹി വകഫാ വസ്സലാത്തു വസ്സലാമു അലാ മുഹമ്മദിനിൽ മുസ്തഫ വഅലാ ആലിഹി വസഹ്ബിഹി വബഅദ്. ബഹുമാനമുള്ള സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് അത് വഹിയാണ് എന്ന് നാം പറഞ്ഞു. അതിനെ ബഹുമാനിക്കുക എന്നുള്ളത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ബാധ്യതയാണ്. എന്നാൽ പിൽക്കാലഘട്ടത്തിൽ ചില ആളുകൾ ഇസ്ലാമിനെ തകർക്കുക എന്ന ഉദ്ദേശത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിനെതിരിൽ പലതരത്തിലുള്ള പ്രവർത്തനങ്ങളും നടത്തിയതായി ചരിത്രങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. അതിന്റെ തുടക്കം കുറിച്ച വ്യക്തിയാണ് അബ്ദുല്ലാഹി ഇബ്നു സബ എന്ന് പറയുന്ന യഹൂദി ജൂതൻ. അവനാണ് ഷിയാക്കളുടെ നേതാവ്. അവനാണ് ആദ്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസുകൾക്കെതിരിൽ സംസാരിച്ചത്. അതുകൊണ്ട് തന്നെ ഇന്ന് സഹാബികളുടെ വിഷയത്തിൽ സഹാബികൾ കാഫിറാണെന്ന് വിശ്വസിക്കുന്ന ഇറാനിലെ ഷിയാക്കൾ അടക്കമുള്ളവർ സഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബികൾ കാഫിരീങ്ങളാണ് എന്ന് വിശ്വസിക്കുന്ന അവരെ സംബന്ധിച്ചിടത്തോളം അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ ഒന്നടങ്കം തള്ളിയവരാണ്. കാരണം സഹാബത്തിനെ അവർ സ്വീകരിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അവരുടെ ഹദീസുകളും അവരിലൂടെ ഉദ്ധരിക്കപ്പെട്ട ഹദീസുകളും തള്ളുന്നവരാണ് അവർ. പലതരത്തിലുള്ള ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. ഇസ്ലാമിന്റെ ഹദീസുകളുടെ ആധികാരികതയെ ചോദ്യം ചെയ്യുകയും, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ പ്രവാചകന്റെ കാലഘട്ടത്തിൽ ഹദീസുകൾ ക്രോഡീകരിക്കപ്പെട്ടിട്ടില്ല, പിൽക്കാലഘട്ടത്തിലാണ് ക്രോഡീകരിക്കപ്പെട്ടത് എന്ന് പറഞ്ഞുകൊണ്ട് ഹദീസിൽ ഒന്നടങ്കം സംശയം ജനിപ്പിക്കുകയും ചെയ്ത ധാരാളം ആളുകൾ ചരിത്രത്തിൽ കടന്നുപോയിട്ടുണ്ട്. ചരിത്രം നിങ്ങൾ വായിച്ചു നോക്കിയാൽ ഒരു കാലഘട്ടത്തിൽ സായുധമായ പോരാട്ടത്തിലൂടെ മുസ്ലിമീങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ സാധിക്കുമെന്ന ധാരണയിൽ ചില ആളുകൾ ഇസ്ലാമിനെതിരിൽ പരിശ്രമിച്ചു. അതിൽപ്പെട്ടതാണ് ബ്രിട്ടനിന്റെയും അതുപോലെ തന്നെ ഇംഗ്ലീഷുകാർ ഇസ്ലാമിനെതിരിൽ നടത്തിയിരിക്കുന്ന പലതരത്തിലുള്ള വിപ്ലവങ്ങൾ. ഇന്ത്യയിലും അവരെത്തിയിരുന്നു. ഇസ്ലാമിനെതിരിൽ പലതരത്തിലുള്ള കുപ്രചരണങ്ങളും അവരുണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചു. പലതരത്തിലുള്ള മോശമായ വാദങ്ങളും ഇസ്ലാമിനെതിരിൽ അവർ പറഞ്ഞുണ്ടാക്കി. സായുധമായ പോരാട്ടങ്ങൾ എങ്ങനെയും വിജയം കാണുന്നില്ല എന്ന് ബോധ്യപ്പെട്ടപ്പോൾ 19ാം നൂറ്റാണ്ടിൽ ബ്രിട്ടീഷ് അധിനിവേശം വന്നതോടുകൂടി അന്നുടലെടുത്ത ഒരു വിഭാഗമാണ് ഓറിയന്റലിസ്റ്റുകൾ. അവർ 19ാമത്തെ നൂറ്റാണ്ടിൽ ഇസ്ലാമിനെതിരിൽ ഇസ്ലാമിനെ വിമർശിക്കാൻ സ്ഥാപനങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങി. പാരീസിലും ഫ്രാൻസിലുമൊക്കെ ഇസ്ലാമിനെതിരിൽ ഇസ്ലാമിനെ വിമർശിക്കാൻ ജാമിഅത്ത് സൊർബോൻ എന്ന പേരിലും ജർമ്മനിയിലും അതുപോലെ തന്നെ ബ്രിട്ടനിലും ഫ്രാൻസിലും ഇങ്ങനെ ധാരാളം പാശ്ചാത്യ രാജ്യങ്ങളിൽ സ്ഥാപനങ്ങൾ ഉണ്ടാക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളെ പറ്റി അവർ പഠിക്കുകയും എങ്ങനെയെങ്കിലും ഹദീസിനെ വിമർശനം നടത്തണം എന്നൊരു ബുദ്ധിയിൽ അവർ പരിശ്രമിക്കുകയും ചെയ്തു. പ്രിയപ്പെട്ടവരെ, അവർക്കതിന് വലിയ രീതിയിൽ ഒന്നും ഫലം കണ്ടെത്താൻ വേണ്ടി സാധിച്ചിട്ടില്ല. ഏതൊരു കാര്യം അവർ കൊണ്ടുവരുമ്പോഴും അതിനെതിരിൽ സംസാരിക്കാൻ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാരുണ്ടായിരുന്നു. പല രീതികൾ അവർ സ്വീകരിച്ചു. ചില ആളുകൾ പറഞ്ഞു, ഹദീസുകളെ ഒന്നടങ്കം നമുക്ക് തള്ളിക്കളയാം, പരിശുദ്ധമായ ഖുർആൻ മാത്രമാണ് ഇസ്ലാമിന്റെ തെളിവ് എന്ന് പറഞ്ഞുകൊണ്ട് ചില ആളുകൾ രംഗപ്രവേശനം ചെയ്തു. അവർ പറഞ്ഞു, ഖുർആനിനെ മാത്രം നാം അംഗീകരിച്ചാൽ മതി, അതല്ലാതെ മറ്റെല്ലാ ഹദീസുകളെയും നാം തള്ളിക്കളയണം. ഇംഗ്ലീഷുകാർ അതുപോലെ തന്നെ ഇസ്ലാമിന്റെ ശത്രുക്കൾ ഇത്തരത്തിൽ പല പ്രചാരണങ്ങൾ നടത്തിയെങ്കിലും അവർക്കതിൽ വിജയിക്കാൻ സാധിക്കാതെ വന്നപ്പോൾ അവർ ചെയ്തത്, ഇന്ത്യയിലും മറ്റും ബ്രിട്ടീഷ് അധിനിവേശത്തിന് വേണ്ടി അവർ വന്നപ്പോൾ ചില മുസ്ലിം പണ്ഡിത നാമധാരികൾ, മുസ്ലിമീങ്ങളായി അറിയപ്പെടുന്ന ചില ആളുകളെ അവർ പണം കൊടുത്ത് വാങ്ങിക്കുകയും അവരിലൂടെ ഇസ്ലാമിന്റെ ചില ഹദീസുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചില ഹദീസുകളെ അവർ നിഷേധിക്കാൻ ഈ മുസ്ലിമീങ്ങളുടെ പേരിൽ അവർ ശ്രമിക്കുകയും ചെയ്തു. അതിൽപ്പെട്ട ആളുകളാണ് ചുറാഖ് അലിയെ പോലെയുള്ള ആളുകൾ. അതുപോലെ മിർസ ഗുലാം അഹ്മദ് അൽ ഖാദിയാനി എന്ന് പറയുന്ന ഖാദിയാനികളുടെ നേതാവ് ബ്രിട്ടീഷുകാരിൽ നിന്ന് അവർ നൽകുന്ന ഏതാനും ചില പണവും വാങ്ങി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജിഹാദിനെ കുറിച്ച് പറഞ്ഞ ഹദീസുകൾ അവർ എതിർത്തുകൊണ്ട് സംസാരിച്ചു. പിന്നെ ചില ആളുകൾ വന്നു, അവർ പറഞ്ഞു പരിപൂർണമായി ഹദീസുകളെ തള്ളിക്കളയാം. ഹദീസുകൾക്കെതിരിൽ അവർ സംസാരിച്ചു. അബ്ദുള്ള ചഖറാൽവിയെ പോലെ, സർ സയ്യിദ് അഹമ്മദ് ഖാനിനെ പോലെ ചില ആളുകൾ വരികയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസുകളെ ഒന്നടങ്കം ഇന്ത്യ രാജ്യത്തടക്കം തള്ളുന്ന ഒരു പ്രവണത അതിലൂടെ ഉണ്ടായി. പ്രിയപ്പെട്ടവരെ, അറബ് രാഷ്ട്രത്തിലേക്ക് നിങ്ങൾ നോക്കിയാൽ ചില സംഘടനകൾ രൂപപ്പെടുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾക്കെതിരിൽ അവർ പരിശ്രമിക്കുകയും ചെയ്തു. അതിൽപ്പെട്ടതാണ് ഈജിപ്തിൽ അൽ മദ്രസത്തുൽ ഇസ്ലാഹിയ്യ എന്ന പേരിൽ ജമാലുദ്ദീൻ അഫ്ഗാനിയുടെയും അതുപോലെ മുഹമ്മദ് അബ്ദുവിന്റെയും നേതൃത്വത്തിൽ ഒരു ചിന്താധാര രൂപപ്പെടുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളെ അവരുടെ ബുദ്ധിക്ക് യോജിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട്
അവർക്കത് സ്വീകരിക്കാൻ പ്രയാസമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ധാരാളം ഹദീസുകൾ അവർ തള്ളിക്കളഞ്ഞു. രണ്ട് മാർഗങ്ങളാണ് അവരതിന് സ്വീകരിച്ചിരുന്നത്. ഒന്ന്, അവരൊരു ഗ്രന്ഥമുണ്ടാക്കി, ഒരു ഗ്രന്ഥം പുറത്തിറക്കി. അബൂ റയ്യ എന്ന് പറയുന്ന ഒരു വൃത്തികെട്ടവൻ അദ്വാഉൻ അല സുന്നത്തിൽ മുഹമ്മദിയ്യ എന്ന കിതാബ് എഴുതുകയും ആ കിതാബിലൂടെ പ്രവാചകന്റെ സുന്നത്തിന്റെ ആധികാരികതയിൽ സംശയിപ്പിക്കുകയും ചെയ്തു. അഹ്ലുസുന്നയുടെ ഉലമാക്കൾ അബ്ദുറഹ്മാൻ ഇബ്നു യഹ്യ അൽ മുഅല്ലിമിയെ പോലെയുള്ളവർ ശക്തമായ മറുപടി നൽകുകയും ആ കിതാബിനെ ഖണ്ഡിക്കുകയും ചെയ്തു. അവർ സ്വീകരിച്ച രണ്ടാമത്തെ മാർഗമാണ് അവർ ഒരു മാസിക പുറത്തിറക്കി. എല്ലാ മാസവും പുറത്തിറങ്ങുന്ന മാസിക അൽ മനാർ എന്ന പേരിൽ റഷീദ് റിളയുടെ നേതൃത്വത്തിൽ അവരൊരു മാസിക പുറത്തിറക്കുകയും അതിൽ തൗഫീഖ് സിദ്ദിഖിയെ പോലെയുള്ള ചില ആളുകൾ അൽ ഇസ്ലാമു ഹുവൽ ഖുർആൻ വഹ്ദ, ഇസ്ലാം എന്ന് പറഞ്ഞാൽ അത് ഖുർആൻ മാത്രമാണ് എന്ന് ചില ആളുകൾ തൗഫീഖ് സിദ്ദിഖിയെ പോലെയുള്ളവർ അതിൽ ലേഖനം എഴുതുകയും റഷീദ് റിള അത് പ്രചരിപ്പിക്കുകയും ചെയ്തു. അതിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെതിരിൽ ധാരാളം പരിശ്രമങ്ങൾ അവർ നടത്തി. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് മറുപടി പറയാൻ തയ്യാറാക്കിയ ഉലമാക്കൾ അതിനൊക്കെ മറുപടി നൽകി. ഈ രണ്ട് രൂപത്തിലും നമുക്ക് കാണാം. ചില ആളുകൾ ഹദീസുകളെ ഒന്നടങ്കം തള്ളി. ഈ പറഞ്ഞതുപോലെ റഷീദ് റിള നേതൃത്വം നൽകിയ മജല്ലത്തുൽ മനാർ ആണെങ്കിലും അതിനു മുമ്പുണ്ടായിരുന്ന ഈ പറഞ്ഞ ചില സംഘടനകളാണെങ്കിലും മുഹമ്മദ് അബ്ദുയെ പോലെ ജമാലുദ്ദീൻ അഫ്ഗാനിയെ പോലെ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളെ ഒന്നടങ്കം തള്ളിയതായി നമുക്ക് കാണാം. വേറെ രണ്ടാമത്തെ ഒരു രീതി എന്താണെന്നാൽ പ്രവാചകന്റെ ഹദീസുകളിൽ ചില ഹദീസുകളെ മാത്രം തള്ളി. എന്താണ് അതിന്റെ കാരണം? അവർ പറയുന്നു നമ്മുടെ ബുദ്ധിയോട് ഇത് യോജിക്കുന്നില്ല, ഇത് നമുക്ക് ചിന്തിക്കുമ്പോൾ ശരിയാണെന്ന് തോന്നുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ചില ഹദീസുകളെ അവർ തള്ളിമാറ്റി. അതിൽപ്പെട്ടതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പല്ലിയെ കൊന്നാൽ അതിൽ പ്രതിഫലമുണ്ടെന്ന് പഠിപ്പിച്ചപ്പോൾ അതിനെ ചില ആളുകൾ തള്ളി. അവർ പറഞ്ഞു നമ്മുടെ ബുദ്ധിക്ക് അത് യോജിക്കുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു മാഉ സംസം ലിമാ ശുരിബ ലഹ്, സംസം വെള്ളം ഏതൊരു ഉദ്ദേശത്തിലാണോ കുടിച്ചിരിക്കുന്നത് അത് ആ ഉദ്ദേശത്തിലാണെന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ കേരളക്കരയിൽ വരെ ആ വിഷയം ഖണ്ഡിച്ചുകൊണ്ട് മലയാളത്തിൽ പുസ്തകം വന്നു. പിന്നെ എന്തിനാണ് ഹോസ്പിറ്റലുകളിൽ ആളുകൾ പോകുന്നത് എന്ന് അവന്റെ ബുദ്ധി വെച്ചുകൊണ്ട് അള്ളാഹുവിന്റെ വഹീനെ എതിരിടുന്ന സമ്പ്രദായം കേരളത്തിൽ വരെ ഉണ്ടായിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ചില ആളുകൾ, അതുപോലെ അശാഇറകൾ എന്ന് പറയുന്ന ഒരു വിഭാഗം വരികയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ നിന്ന് ചിലതിനെ അവർ തള്ളുകയും ചെയ്തു. അവർ പറഞ്ഞു ഒരു സഹാബി ഉദ്ധരിച്ച ഹദീസാണെങ്കിൽ, രണ്ട് സഹാബികൾ ഉദ്ധരിച്ച ഹദീസാണെങ്കിൽ, മൂന്ന് സഹാബികൾ ഉദ്ധരിച്ച ഹദീസാണെങ്കിൽ അതൊന്നും സ്വീകരിക്കാൻ പറ്റുകയില്ല. ധാരാളം സഹാബികൾ ഉദ്ധരിക്കണം, ഖബറുൽ ആഹാദാകാൻ പാടില്ല. അങ്ങനെയുള്ള ഹദീസുകൾ എന്ന് പറഞ്ഞുകൊണ്ട് ധാരാളം ഹദീസുകളെ നമ്മുടെ നാട്ടിൽ വലിയൊരു വിഭാഗം ആളുകൾ സ്വീകരിച്ചിരിക്കുന്ന അഖീദ അനുസരിച്ച് അവരതിനെ തള്ളി. പ്രിയപ്പെട്ടവരെ, ഹദീസുകൾ ഒരു സഹാബിയാണ് പറഞ്ഞതെങ്കിൽ പോലും, ഒരു സഹാബിയാണ് ഉദ്ധരിച്ചതെങ്കിൽ പോലും അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് സ്ഥിരപ്പെട്ടു കഴിഞ്ഞാൽ അത് തെളിവാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്തിനെ നാം ബഹുമാനിക്കുക. സുന്നത്തിനെ നിഷേധിക്കുന്ന, ഞങ്ങളുടെ ബുദ്ധിക്ക് യോജിക്കുന്നില്ല എന്ന് പറഞ്ഞ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പല്ലിയെ കൊല്ലുന്ന വിഷയത്തിൽ വന്ന ഹദീസിനെയും സംസം വെള്ളത്തിന്റെ വിഷയത്തിൽ വന്ന ഹദീസിനെയും ഒരു ഭരണകൂടത്തിന്റെ ഉത്തരവാദിത്വം സ്ത്രീ ഏറ്റെടുത്താൽ അവർ വിജയിക്കുകയില്ല എന്ന് പറയുന്ന ഹദീസിനെയൊക്കെ കാലഘട്ടത്തിന്റെ പ്രസക്തി എന്ന് പറഞ്ഞുകൊണ്ട് തള്ളുന്ന ആളുകൾ, അവര് തള്ളുന്നത് അവരെ സൃഷ്ടിച്ച, അവന് സംസാരിക്കാൻ കഴിവ് നൽകിയ, അവരെ അതിനെ പാകപ്പെടുത്തിയ, അവന് വെള്ളം നൽകുന്ന, വായു നൽകുന്ന, അവൻ ശ്വസിക്കുന്ന, അവൻ എല്ലാവിധ സംവിധാനങ്ങളും ഈ ഭൂമിയിൽ നൽകിയ റബ്ബിന്റെ വഹിയെയാണ് അവർ നിഷേധിക്കുന്നത് എന്ന ബോധം അവരുടെ മനസ്സിൽ ഉണ്ടാക്കി കൊടുക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീനിനെ സംരക്ഷിക്കാൻ ഉലമാക്കളെ നിലനിർത്തുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഹദീസുകൾക്കെതിരെയുള്ള പോരാട്ടം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ കാലഘട്ടത്തിൽ തുടങ്ങിയതല്ല. വർഷങ്ങൾ ധാരാളമായി മഹാനായ ഹാറൂൻ റഷീദ് റഹിമഹുള്ളയുടെ കാലഘട്ടത്തിലും അത്തരത്തിലുള്ള ചില പരിശ്രമങ്ങൾ നടന്നിരുന്നു. അഹ്ലുസുന്നയുടെ ഭരണാധികാരിയായ ഹാറൂൻ റഷീദ് റഹിമഹുള്ള അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ചില സിന്ദീഖുകൾ, ചില മതനിഷേധികൾ പ്രവാചകന്റെ പേരിൽ ഹദീസുകൾ കെട്ടിച്ചമച്ചുണ്ടാക്കി. ഹാറൂൻ റഷീദ് അദ്ദേഹത്തെ കൊട്ടാരത്തിലേക്ക് വിളിപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, താങ്കൾ പ്രവാചകന്റെ മേൽ ഹദീസുകൾ കെട്ടിച്ചമച്ചിരിക്കുകയാണ്, താങ്കളെ വധിക്കാനാണ് നമ്മുടെ തീരുമാനം. പ്രിയപ്പെട്ടവരെ, ഈ സിന്ദീഖ് ഹാറൂൻ റഷീദിനോട് പറഞ്ഞു, നീ എന്നെ വധിച്ചു കളഞ്ഞാൽ, താങ്കൾ എന്നെ വധിച്ചു കളഞ്ഞാൽ ഇതാ മുസ്ലിമീങ്ങൾക്കിടയിൽ 4000-ഓളം ഹദീസുകൾ കെട്ടിച്ചമച്ചുകൊണ്ട് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നെ വധിച്ചു കളഞ്ഞാൽ ഇത് വേർതിരിക്കാൻ നിനക്കെങ്ങനെ സാധിക്കുമെന്ന് ചോദിച്ചപ്പോൾ ഹാറൂൻ റഷീദ് റഹിമഹുള്ള അദ്ദേഹത്തോട് പറഞ്ഞിരിക്കുന്ന മറുപടി, ഒരു മുസ്ലിമിന് ഇസ്സത്ത് നൽകുന്ന മറുപടി. അദ്ദേഹം തിരിച്ചു പറഞ്ഞു, യാ അദുവല്ലാഹ്, അല്ലാഹുവിന്റെ ശത്രുവേ, അല്ലാഹുവിന്റെ ശത്രുവേ, പ്രവാചകന്റെ പേരിൽ കള്ളം പറഞ്ഞവനെ, മാ ളന്നുക ബി അബി ഇസ്ഹാഖ് അൽ ഫസാരി വ അബ്ദുല്ലാഹ് ഇബ്നുൽ മുബാറക്, അബ്ദുല്ലാഹ് ഇബ്നുൽ മുബാറക്കും അബൂ ഇസ്ഹാഖ് അൽ ഫസാരിയും
ജീവിച്ചിരിക്കുന്ന ഈ നാട്ടിൽ നിന്ന് നീ ഈ സംസാരം സംസാരിക്കുമ്പോൾ നീ ശ്രദ്ധിക്കണമായിരുന്നു. ഫൈന്നഹുമാ യൻഖുലാനിഹി ഹർഫൻ ഹർഫ, പ്രവാചകന്റെ പേരിൽ പറയപ്പെട്ടിരിക്കുന്ന ഹദീസുകൾ എന്നല്ല, ഒരു വാക്ക്, ഒരു ഹർഫ് പ്രവാചകന്റെ പേരിൽ നീ കെട്ടിപ്പറഞ്ഞാലും അതിനെ വേർതിരിച്ചെടുക്കാൻ കഴിവുള്ള അബൂ ഇസ്ഹാഖ് അൽ ഫസാരി ജീവിച്ചിരിക്കുന്ന, അബ്ദുല്ലാഹ് ഇബ്നുൽ മുബാറക് ജീവിച്ചിരിക്കുന്ന നാട്ടിൽ നിന്നാണ് നീ സംസാരിക്കുന്നത്. അതുകൊണ്ട് അതിനെ വേർതിരിച്ചെടുക്കാൻ അബ്ദുറഹ്മാൻ ഇബ്നു മഹ്ദി പറഞ്ഞതുപോലെ തഈശു ലഹൽ ജഹാബിദ, വലിയ വലിയ പണ്ഡിതന്മാരെ അള്ളാഹു ഏത് കാലഘട്ടത്തിലും നിയോഗിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സുന്നത്തിനെതിരിൽ ആളുകൾ ഉണ്ടാക്കുന്ന ശുബഹത്തുകൾ, അവരുടെ ബുദ്ധിക്ക് യോജിക്കുന്നില്ല എന്ന് പറഞ്ഞ് തള്ളുന്ന ഹദീസുകൾ, അതിനെതിരിൽ നാം ശബ്ദിക്കുക. അത് വഹീയാണ് അവർ നിഷേധിക്കുന്നത്. പ്രവാചകന്റെ സിഹർ ബാധിച്ച ഹദീസുകളെ ഇന്ന് ചിലർ വന്ന് നിഷേധിക്കുകയാണ്. പ്രവാചകന്റെ സിഹർ ബാധിച്ചില്ലാത്രേ, പ്രവാചകന്റെ വിഷയത്തിൽ വന്ന ഹദീസുകൾ സ്വീകാര്യമല്ലാത്രേ, അവന്റെ ബുദ്ധിക്ക് യോജിക്കാത്തത് കാരണത്താൽ. അവന്റെ ബുദ്ധിക്ക് യോജിക്കുന്നില്ലെങ്കിൽ അത് അവന്റെ ബുദ്ധിയുടെ പ്രശ്നമാണ്, അതല്ലാതെ ഹദീസുകൾ സ്ഥിരപ്പെടാത്തത് കൊണ്ടല്ല. അതുകൊണ്ട് സ്ഥിരപ്പെട്ട ഹദീസുകളെ, അതിന്റെ വിഷയത്തിൽ നമ്മുടെ നിലപാട് സമിഅ്നാ വ അതഅ്നാ, നാം ഇതാ കേൾക്കുന്നു, നാം ഇതാ അനുസരിക്കുന്നു. സഹാബത്ത് സ്വീകരിച്ച നിലപാട്, താബിഈങ്ങൾ സ്വീകരിച്ച നിലപാട്, അതാണ് ഏത് കാലഘട്ടത്തിലും ഇസ്ലാമിന്റെ ചരിത്രത്തിൽ നിലനിന്നിരുന്ന ആശയം. അതുകൊണ്ട് അള്ളാഹുവിന്റെ ദീനിനെ സംരക്ഷിക്കാൻ നമ്മെ കൊണ്ട് സാധിക്കുന്ന പങ്ക് പ്രിയപ്പെട്ടവരെ നാം നിർവഹിക്കുക. അള്ളാഹു അതിനു വേണ്ടി അതിന്റേതായ ഉലമാക്കളെ ഏൽപ്പിക്കുക തന്നെ ചെയ്യുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആ കൂട്ടത്തിൽ നാം പറയേണ്ട ഒരു കാര്യം, അങ്ങനെ ഈ കാലഘട്ടത്തിൽ ബിദ്അത്തിന്റെ ആളുകൾ ധാരാളം ഹദീസുകളെ വളച്ചൊടിക്കുകയും അതിന്റെ ആധികാരികതയെ ചോദ്യം ചെയ്യുകയും ചെയ്തപ്പോൾ അതിനെതിരിൽ മറുപടി പറഞ്ഞ ഇസ്ലാമിന്റെ മഹാപണ്ഡിതനാണ് കഴിഞ്ഞ ദിവസം നമ്മിൽ നിന്ന് വിട പറഞ്ഞിരിക്കുന്നത് അല്ലാമത്തുൽ മുജാഹിദ് റബീഅ ഇബ്നു ഹാദി അൽ മദ്ഖലി റഹിമഹുല്ലാഹു തആല. ഇമാം റബീഅ അഫ്ഗാനിസ്ഥാനിൽ ജിഹാദിൽ നേരിട്ട് പങ്കെടുത്ത മഹാനായ ആ പണ്ഡിതൻ, പ്രവാചകനെതിരിൽ ഏത് വിമർശനങ്ങൾ വന്നാലും അതിന്റെ മുന്നിൽ നിന്ന് ഒരു ആക്ഷേപകന്റെയും ആക്ഷേപം ഭയപ്പെടാതെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഏത് ആക്ഷേപവും സഹിച്ചുകൊണ്ട് സംസാരിച്ച മഹാപണ്ഡിതൻ കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് അല്ലാമ മുഹമ്മദ് അലി ആദം അൽ എത്യോപ്പി റഹിമഹുല്ല മരണപ്പെടുന്നു. അതിന് കുറച്ചു മുമ്പ് ഷെയ്ഖ് സാലിഹ് അൽ ലുഹൈദാൻ മരണപ്പെടുന്നു. പ്രിയപ്പെട്ടവരെ, കണ്ണും കാതും തുറന്നിരുന്ന് ഇസ്ലാമിനെതിരിൽ വരുന്ന വിമർശനങ്ങളെ അതിജയിക്കുന്ന, അതിന് മറുപടി പറയുന്ന ഈ പണ്ഡിതന്മാർ, അവർക്ക് വേണ്ടി നാം ദുആ ചെയ്യുക. നമ്മുടെ ദുആകളിൽ അവർക്കൊരിടം നൽകുക. നമ്മുടെ സുജൂദുകളിൽ അവരെ കുറിച്ച് നാം സ്മരിക്കുക. അവർക്ക് വേണ്ടി നാം അല്ലാഹുവിനോട് ദുആ ചെയ്യുക. അവരുടെ കൂട്ടത്തിൽ നിന്ന് ഇന്ന് ജീവിച്ചിരിക്കുന്ന അഹ്ലുസുന്നയുടെ മഹാപണ്ഡിതന്മാർക്ക് വേണ്ടിയും നാം ദുആ ചെയ്യുക. മുഹദ്ദിസുൽ മദീന, ഒരുപക്ഷേ ഇന്ന് ലോകത്ത് അദ്ദേഹത്തിന് അത്ര അറിവുള്ള മറ്റൊരാളുണ്ടോ എന്ന് സംശയിത്തക്ക വിധത്തിൽ അല്ലാമ അബ്ദുൽ മുഹ്സൻ അൽ അബ്ബാദ് അൽ ബദർ ഹഫിളഹുല്ലാഹ് ഇന്ന് മദീനയിൽ ജീവിക്കുന്ന മഹാന്മാരായ പണ്ഡിതന്മാർ, അവർക്ക് വേണ്ടി നാം ദുആ ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അഹ്ലുസുന്നയുടെ ഉലമാക്കളെ സംരക്ഷിക്കുമാറാകട്ടെ. അവരുടെ ഇൽമിൽ നിന്ന് മനസ്സിലാക്കാനും അവർക്ക് വേണ്ടി ദുആ ചെയ്യാനും അല്ലാഹു നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات. اللهم اعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم دمر أعداء الدين. اللهم دمر أعداء الدين. اللهم عليك باليهود الغاصبين. اللهم عليك باليهود الغاصبين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله على محمد وعلى آله وصحبه وسلم. الحمد لله رب العالمين.